അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട യൂത്ത് ആൻഡ് വേർത്ത് അനുവാചകരെ, ഭൂമിയിൽ എങ്ങനെ ജീവനുണ്ടായി എന്ന കാര്യത്തിൽ ഇന്നും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് പെട്ടെന്ന് ജീവനുള്ളൊരു കോശം സ്വയം ഉണ്ടാവുകയും അത് പരിണമിച്ച് ഓരോ ജീവിയിലൂടെയും കടന്നുപോയി ചിമ്പൻസികൾക്കു ശേഷം മനുഷ്യനിലേക്ക് പരിണമിച്ചു. മനുഷ്യനായി കഴിഞ്ഞതോടെ പരിണാമം അവിടെ അവസാനിച്ചു. അതോടുകൂടെ അവസാനിച്ചോ? അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഈ കഥയിൽ, ഈ സിദ്ധാന്തത്തിൽ ചോദ്യങ്ങളൊന്നുമില്ല. പരിണാമ സിദ്ധാന്തം ശരിയാണെങ്കിൽ ആദ്യത്തെ ലഘുകോശം ആകസ്മികമായി ഉണ്ടായത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. പക്ഷേ അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിചിത്രം. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിലേറെയായി കുരങ്ങു മനുഷ്യരും മതവിശ്വാസികളും തമ്മിൽ ഡാർവിനിസത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂലോകത്തെ സകല ജീവികളും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് യാദൃശ്ചികമായി പരിണമിച്ചുണ്ടായതാണെന്ന് ഡാർവിൻ സിദ്ധാന്തിക്കുമ്പോൾ, പ്രപഞ്ചവും സകല ചരാചരങ്ങളും പ്രപഞ്ചാതീതനായ ഒരു സൃഷ്ടാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് ദൈവവിശ്വാസികൾ പറയുന്നത്. ഡാർവിൻ മുമ്പോട്ട് വെക്കുന്ന 4 വാദങ്ങളെയും സലക്ഷ്യം ഗണ്ണിച്ചുകൊണ്ട് പണ്ഡിതർ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ അരികുപറ്റി ഡാർവിനിസത്തെ ന്യായീകരിച്ചുകൊണ്ട് പരിണാമവാദികൾ ഇന്നും വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പ്രധാനമായും 2 വശങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന് ക്രിയേഷനിസം അഥവാ സൃഷ്ടിവാദം, 2 ഇവല്യൂഷൻ പരിണാമവാദം. ആധുനിക ശാസ്ത്രത്തിൻ്റെ വികാസവും പഠനങ്ങളും പഴകിതിരവിച്ച വാനശാസ്ത്രത്തെ മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും 4 വാദസങ്കല്പങ്ങളാണ് ഡാർവിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. തൻ്റെ വാദങ്ങൾ സാധൂകരിക്കാനാവാതെ ധാരാളം ഇൻ്റർമീഡിയറ്റ് ഫോംസ് ഉണ്ടായപ്പോൾ ശാസ്ത്രത്തിൻ്റെ മുമ്പിലോ ബുദ്ധിമാന്മാരുടെ മുമ്പിലോ പിടിച്ചു നിൽക്കാനാവാതെ കുഴങ്ങിയിരിക്കുകയാണ്. ഡാർവിനിസ്റ്റ് നാസ്തികരായ റിച്ചാർഡ് ഡോക്കിൻസും റിച്ചാർഡ് ലിക്കി തുടങ്ങിയവർ തങ്ങളുടെ വാദങ്ങൾക്കെതിരെ വരുന്നതിനെ അടിച്ചമർത്തുകയും ദൈവവിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാരെ മുഖ്യധാരയിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, ജന്തുജീവജാലങ്ങൾ പരിണമിച്ചുണ്ടായതാണ് എന്ന പരിണാമ സിദ്ധാന്തം ഡാർവിനിസം തനി പൊട്ടത്തരമായിട്ടാണ് ശാസ്ത്രത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു ആകുന്ന സൃഷ്ടാവ് എല്ലാ ജീവികളെയും അവരവരായിട്ട് തന്നെ സൃഷ്ടിച്ചതാണെന്നാണ് വസ്തുതയും യാഥാർത്ഥ്യവും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.